സ്നേഹിതരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോയിൽക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിലാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ കോഴിക്കോടിന്റെയും കൊയിലാണ്ടിന്റെയും ഇടയ്ക്കുള്ള കോയിൽക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. നാഷണൽ ഹൈവേ NH66 തൊട്ടടുത്ത് തന്നെയാണ്. ഇത് രണ്ട് ക്ഷേത്രങ്ങളായിട്ടാണുള്ളത്. ഒന്ന് എനിക്ക് തോന്നുന്നത് ദേവിയുടെ ഒരു സങ്കല്പവും അതുപോലെ തന്നെ വനദുർഗയായിട്ടുള്ള ഒരു സങ്കല്പങ്ങളാണിത്. ഇത് ചുറ്റും എനിക്ക് തോന്നുന്നത് ഒരു 8-10 ഏക്കറോളം സ്ഥലത്ത് കാടാണ്. കൊടും കാടിന് നടുവിലുള്ള ക്ഷേത്രമാണ്. ഇപ്പോഴും പ്രകൃതിയെ അതുപോലെ സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് കൊടും കാടാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കാടിനെ അതേപോലെ സംരക്ഷിച്ച് ഒരു മരം പോലും മുറിക്കാൻ അനുവദിക്കാതെ ഇത് ചെയ്യുന്ന പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്ന നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് നടന്നു പോവാം, ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാം. നമുക്ക് ഇവിടെ മ്യൂസിക് ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഇടേണ്ട ആവശ്യമില്ല. കാരണം നല്ല കിളികളുടെ സൗണ്ട് കേൾക്കാം. നല്ല ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു സ്ഥലമാണിത്. നിറയെ മരങ്ങളും. ഇത് ഈ കിഴക്ക് ഭാഗം ക്ഷേത്രത്തിന്റെ മുൻഭാഗമായിട്ടാണ് കാണാം. ഏതാണ്ട് 13 ഏക്കറോളം കാടുള്ള ഏരിയയാണിത്. കാട് അതേപോലത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. കാടിലൂടെ നടന്ന വഴികളാണ്, നാടൻ വഴികൾ, ഒന്നും ചെയ്തില്ല. അതിൻ്റെ ഇപ്പോഴും കാണുന്ന അമ്പലം ഞാൻ കാണിക്കാം. ഇതാണ് അമ്പലം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, അതൊരു വൈബാണ്. വളരെ ദൂരത്തുനിന്ന് പോലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതുവരെ കിട്ടാത്ത നല്ലൊരു അനുഭൂതി ഇവിടെ വന്നപ്പോൾ കിട്ടുമെന്നാണ് എല്ലാ ഭക്തരുടെയും വിശ്വാസം. പ്രകൃതിയെ സ്നേഹിക്കുന്ന, ഈ പഴമയെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇവിടെ വരാം. നല്ലൊരു ആംബിയൻസ് ഉള്ള. തുലാമാസിലെ വാവുബലി നടത്തുന്നുണ്ട്. ഇവിടെ ബീച്ച് അടുത്താണ്, കോയിൽക്കാവ് ബീച്ചിൽ. അവിടെ വെച്ചാണ് അതും ചെയ്യുന്നത്. എന്താ കാഴ്ച! ഒരു മരം പോലും മുറിക്കാൻ അനുവദിക്കില്ല ഇവിടുത്തെ ഈ സിസ്റ്റം.